1950കളിലെ മധ്യത്തിൽ അമേരിക്കയിലെ കെൻറ്റക്കിയിൽ നടക്കുന്ന കഥയാണിത്. എലിസബത്ത്, അതായത് ബെത്ത് ഹാർമൺ എന്ന 9 വയസ്സുകാരി ഒരു കാർ അപകടത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട് അനാഥയാകുന്നു. അവളെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുന്നു. അവിടെ വച്ച് അനാഥാലയത്തിലെ ജീവനക്കാരനായ മിസ്റ്റർ ഷൈബലിനെ പരിചയപ്പെടുകയും അദ്ദേഹം ഒറ്റയ്ക്ക് ചെസ്സ് കളിക്കുന്നത് കാണാൻ ഇടവരികയും ചെയ്യുന്നു. ചെസ്സ് കളിയിൽ ആകർഷിതയായ ബെത്ത് ഷൈബലിനോട് തന്നെ കൂടി പഠിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. തുടക്കത്തിൽ വിമുഖത കാണിച്ചെങ്കിലും ബെത്തിൻ്റെ അസാധാരണമായ കഴിവും താല്പര്യവും മനസ്സിലാക്കിയ ഷൈബൽ അവളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. രാത്രിയിൽ ബെത്ത് തൻ്റെ കട്ടിലിൻ്റെ മുകളിൽ ചെസ് ബോർഡ് സങ്കല്പിച്ച് കളി മെച്ചപ്പെടുത്തുന്നു. അനാഥാലയത്തിൽ കുട്ടികളെ ശാന്തരാക്കാൻ നൽകിയിരുന്ന ട്രാൻക്വിലൈസർ ഗുളികകൾ ബെത്ത് രഹസ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നു. ഈ ഗുളികകൾ ചെസ് ബോർഡ് മാനസികമായും കാണാനും ചിട്ടപ്പെടുത്താനും അവളെ സഹായിക്കുന്നു. എന്നാൽ ഇത് ക്രമേണ അവളിൽ ഒരു ആസക്തിയായി വളരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദമ്പതികളായ ആൽമ വീറ്റ്ലിയും ഭർത്താവും അവളെ ദത്തെടുക്കുന്നു. അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോകുന്നു. ദത്തെടുത്ത അമ്മയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ബെത്ത് പ്രാദേശിക ചെസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നു. അവൾ വളരെ വേഗത്തിൽ പ്രാദേശിക തലങ്ങളിൽ വിജയിക്കുകയും സംസ്ഥാന ചാമ്പ്യനായി മാറുകയും ചെയ്യുന്നു. അവളുടെ പ്രതിഭ ശ്രദ്ധിക്കപ്പെടുകയും അവൾ അന്താരാഷ്ട്ര ചെസ് ലോകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. പരിശീലകനായ ബെന്നി വാൾസ് ഉൾപ്പെടെ അവൾ നിരവധി ശക്തരായ കളിക്കാരെ കണ്ടുമുട്ടുന്നു. അവളിലെ ലഹരിക്ക് അടിമപ്പെടാനുള്ള പ്രവണത അവളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. മയക്കുമരുന്ന് മദ്യവും അവളുടെ വിജയങ്ങളെ തടസ്സപ്പെടുത്തുന്നു. കഥ പുരോഗമിക്കുന്നു. ബെത്ത് സോവിയറ്റ് യൂണിയനിലെ ലോക ചാമ്പ്യനായ റാഫലി ബോർഗോവുമായി ഏറ്റുമുട്ടുന്നു. ആദ്യ മത്സരത്തിൽ ലഹരിയുടെ സ്വാധീനത്തിൽ അവൾ തോൽക്കുന്നു. ഇത് അവളെ കൂടുതൽ നിരാശയിലാക്കുന്നു. എന്നാൽ പിന്നീട് സുഹൃത്തുക്കളുടെയും മുൻ എതിരാളികളുടെയും സഹായത്തോടെ അവൾ ലഹരി അതിജീവിച്ച് ശക്തമായി തിരിച്ചു വരുന്നു. അവസാനം മോസ്കോയിൽ നടക്കുന്ന വലിയ ടൂർണമെൻറ്റിൽ ബെത്ത് ബോർഗോവിനെ നേരിടുന്നു. തൻ്റെ മാനസികാവസ്ഥയെയും ആസക്തിയെയും അതിജീവിച്ച് ബെത്ത് അവിശ്വസനീയമായ ഒരു നീക്കത്തിലൂടെ ബോർഗോവിനെ തോൽപ്പിക്കുകയും ലോക ചെസ് ചാമ്പ്യനാവുകയും ചെയ്യുന്നു. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്വീൻസ് ഗാംബിറ്റ് എന്ന ചെസ് നീക്കം അവൾ തൻ്റെ അവസാന കളിയിൽ ഉപയോഗിക്കുന്നു. ഈ സീരീസ് ഒരു ചെസ് പ്രതിഭയുടെ ഉയർച്ചയുടെ കഥ മാത്രമല്ല, ലഹരിയോടും ഒറ്റപ്പെടലിനോടുമുള്ള അവളുടെ പോരാട്ടത്തിൻ്റെയും സ്വയം കണ്ടെത്തലിൻ്റെയും കഥ കൂടിയാണ്.